നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ഒരു റോള് വാഗ്ദാനം ചെയ്യപ്പെട്ടു വിൻസെൻ്റ് കമ്പനിക്ക്. അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തു. ഇപ്പോൾ ഫബ്രീസോ റൊമാനോ അടക്കമുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നിലവിൽ അദ്ദേഹം ബയൺ മ്യൂണിക്കിൻ്റെ കോച്ചാണ്. ടീമിനെ ഓൾറെഡി ബൂണ്ടസ് ലീഗിൽ കിരീടം ചൂടിച്ചിട്ടുണ്ട്. നാളെ ബയർ ലെവർക്യൂസനുമായിട്ട് അവർ കളിക്കാൻ ഇറങ്ങുന്നു. വീണ്ടും മിഡ് വീക്കിൽ PSG യുമായിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലൊക്കെ കളിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് കോച്ചിനോട് ഈ ചോദ്യം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫർ വേൾഡ് കപ്പിൻ്റെ കാര്യത്തിൽ പണ്ഡിറ്റായിട്ട് കിട്ടിയില്ലേ, എന്ത് ചെയ്യുന്നു? അതായത് അദ്ദേഹം ആ ജോബ് ഏറ്റെടുക്കും ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. വേൾഡ് കപ്പിൻ്റെ സമയമാണ്, ക്ലബിന് കളിയില്ല, വെക്കേഷനാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് കളിയൊക്കെ വിലയിരുത്തി അങ്ങനെ സമയം ചിലവഴിക്കാവുന്ന ഒരു അവസരമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ആബ്സല്യൂട്ട്ലി നോ ചാൻസ്. ആ പണിക്ക് ഞാനില്ല, ഒരു സാധ്യതയുമില്ല. എന്തിന് ഞാൻ എൻ്റെ വെക്കേഷൻ സമയത്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം? ദെൻ ഐ വുഡൻറ്റ് ഹാവ് എനി ഫാമിലി ഇൻ മ്യൂണിക് നെക്സ്റ്റ് സീസൺ. സോ നോ ചാൻസ്. ഞാനില്ല ആ പണിക്ക് എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ജമാൽ മുസിയാലയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. 90 മിനിറ്റ് കളിക്കാൻ ആളിപ്പോൾ റെഡിയായോ, സജ്ജനായോ? മറുപടി, ജമാൽ ഇപ്പോൾ നല്ല ഫേസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നല്ല മൊമെൻറ്റിലാണ്. സോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, അവൻ ഫിസിക്കലി ഡെവലപ്പായി വന്നിട്ടുണ്ട്. അവനിപ്പോൾ അവൻ്റെ ബെസ്റ്റ് ലെവലിന് തൊട്ടരികിലാണ് നിൽക്കുന്നത്. അത് നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് സ്ട്രെങ്ത് ബട്ട് ഓൾസോ ഇൻ ടേംസ് ഓഫ് ഹിസ് വില്ലിങ്നെസ് ടു റൺ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവന് മറ്റേത് താരങ്ങളും ചെയ്യുന്ന പോലെ തന്നെ പ്രസ് ചെയ്യാനും പറ്റും. അവൻ ഡ്യുവൽസ് വിൻ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ മാജിക് മുസിയാല എപ്പോൾ തിരികെ എത്തും? അതാണല്ലോ ചോദ്യം. അവൻ 100% സം പോയിൻ്റ് അവൻ 100% തിരികെ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ ഓക്കെയാണ് എന്ന് തന്നെ ഇപ്പോൾ കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.